നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ സസ്പെൻസ് തുടരുന്നു. ആഹ്ലാദത്തിനും ആശങ്കകൾക്കും നടുവിൽ UDF നേതൃത്വം. തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകാതെ വയനാട് ലോക്സഭാ മണ്ഡലം. പ്രചരണത്തിനിറങ്ങിയത് LDF സ്ഥാനാർത്ഥി മാത്രം. ചീയമ്പത്ത് വനപാലകരെ ആക്രമിച്ച കടുവ ഒടുവിൽ കൂട്ടിലായി. കടുവയെ തിരുവനന്തപുരം നെയ്യാർ സങ്കേതത്തിലേക്ക് മാറ്റാൻ നീക്കം. വന്യജീവി പുനരധിവാസ സങ്കേതം വേണമെന്ന ആവശ്യം ശക്തം. CP ജലീലിന്റെ കൊലപാതകത്തിൽ പകരം വീട്ടുമെന്ന മുന്നറിയിപ്പുമായി മാവോയിസ്റ്റുകൾ. തലപ്പുഴ മക്കിമലയിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭ 2019 തെരഞ്ഞെടുപ്പ് വാർത്തകൾ. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സസ്പെൻസ് തുടരും. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായില്ല. ആഹ്ലാദത്തിനും ആശങ്കകൾക്കും നടുവിലാണ് UDF നേതൃത്വം. തീരുമാനം ഏതു നിമിഷവും മാറിമറിഞ്ഞേക്കാമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അനിശ്ചിതത്വം വീണ്ടും നീളുകയാണ്. പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നേതാക്കളും പ്രവർത്തകരും. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട രാഹുൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല. ഇതോടെ DCC ഓഫീസിലുണ്ടായിരുന്ന നേതാക്കളും പ്രവർത്തകരും വീണ്ടും നിരാശയിലായി. അതേസമയം രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാണെന്നാണ് ജില്ലയിലെ നേതാക്കൾ പറയുന്നത്. രാഹുലിനായി വഴിമാറിയ T സിദ്ദിഖും പ്രചരണ രംഗത്ത് സജീവമാണ്. നാളെയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വയനാട്ടിലെ നേതാക്കളും പ്രവർത്തകരും ആവേശത്തിലാണ്. എന്നാൽ തീരുമാനം അനന്തമായി നീളുന്നത് നേതാക്കളെയും പ്രവർത്തകരെയും ഒരുപോലെ വിഷമത്തിലാക്കുകയാണ്. അനുപ് വർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകാതെ വയനാട് ലോക്സഭാ മണ്ഡലം. നിലവിൽ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം മാത്രമാണ് വയനാട് മണ്ഡലത്തിൽ നടക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം സംബന്ധിച്ച അനിശ്ചിതത്വമാണ് പ്രചരണ രംഗത്ത് UDF നേരിടുന്ന പ്രതിസന്ധി. NDAയിൽ BDJS-നാണ് സീറ്റ്. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുകയാണ്. UDFന്റെ പൊന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെയാണ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം UDF നേതാക്കളെയും പ്രവർത്തകരുടെയും ഇടയിൽ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ നിന്നും വയനാട് തിരഞ്ഞെടുത്ത ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്ന കേരള ഘടകത്തിന്റെ സമ്മർദ്ദത്തോട് മറുപടി പറയാതെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനു ശേഷം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തുവെങ്കിലും വയനാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിൽ നിന്നും മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല. അതിനിടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അനിശ്ചിതത്വമില്ലെന്ന് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ തീരുമാനം ഉടനുണ്ടാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. PCC നൽകിയ നിർദ്ദേശമനുസരിച്ചാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചുള്ള പാർലമെൻറ്റ് കൺവെൻഷൻ പൂർത്തിയായി. നിയോജകമണ്ഡല കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയോജകമണ്ഡല കൺവെൻഷൻ കഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പഞ്ചായത്ത് കൺവെൻഷൻ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അതൊക്കെ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രതീക്ഷയോടും തന്നെയാണ്. യാതൊരു തർക്കമില്ല. അതേസമയം മണ്ഡലത്തിൽ 2 തവണ പ്രചരണ പരിപാടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു LDF സ്ഥാനാർത്ഥി PP സുനീർ. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനത്തോടെ തെരഞ്ഞെടുപ്പ് രംഗം കടുപ്പിക്കാനാണ് LDF നീക്കം. NDAയിൽ സീറ്റ് BDJS-നാണ്. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ്. BDJS-ൽ പൊതുസ്വതന്ത്രനായി കേരള കോൺഗ്രസിന്റെ PC തോമസ് വിഭാഗം നേതാവ് ആൻഡ്രോ അഗസ്റ്റിൻ മത്സരിക്കുമെന്നാണ് പ്രചരിക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ BDJS-ന്റെ കയ്യിൽ നിന്നും സീറ്റ് ഏറ്റെടുത്ത സംസ്ഥാനത്തെ BJPയുടെ ശക്തനായ നേതാക്കളിലൊരാളെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ജില്ലയിലെ BJP നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് 28 ദിവസം മാത്രം ശേഷിക്കെ വയനാട്ടിൽ വരും ദിവസം പോരാട്ടം കടുപ്പിക്കാനൊരുങ്ങുകയാണ് മുന്നണികൾ. അനുപ് വർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. രാഹുൽ ഗാന്ധിക്ക് വയനാടുമായി വൈകാരിക ബന്ധമെന്ന് T സിദ്ദിഖ്. രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തത് തിരുനെല്ലി പാപനാശിനിയിലാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയത്തെക്കാൾ വ്യക്തിപരമായ ബന്ധമാണ് വയനാടുമായി ഉള്ളത്. വികസനങ്ങൾ എത്തിയിട്ടില്ലാത്ത വയനാട് മണ്ഡലത്തിൽ വികസന പുരോഗതികൾക്കായി നേതൃത്വം കടന്നുവരേണ്ടത് അനിവാര്യമാണെന്നും ജനങ്ങൾക്കായി വയനാടിന്റെ മണ്ണിൽ എത്താൻ രാഹുൽ ഗാന്ധിയോട് UDF ഒറ്റക്കെട്ടായി അഭ്യർത്ഥിക്കുന്നുണ്ടെന്നും T സിദ്ദിഖ് പറഞ്ഞു.
വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ UDF ഒന്നിച്ച് അതോടൊപ്പം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഒന്നിച്ച് ഡിമാൻഡ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സ്വാഭാവികമായി അത് വരും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉണ്ട്. രാഹുൽ ഗാന്ധിക്ക് വൈകാരികമായി ഒരു ബന്ധമുള്ളതായിരിക്കുന്ന മണ്ണുകൂടിയാണ് ഈ വയനാട്. പിതാവ് രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം ഈ വയനാട് തിരുനെല്ലി പാപനാശിയിലാണ് നിമജ്ജനം ചെയ്തിട്ടുള്ളത്. അതിനേക്കാൾ വലിയ വ്യക്തിപരമായിട്ടുള്ള വൈകാരിക ബന്ധം കൂടിയുള്ള ഒരു മണ്ണാണ്. UDF കൽപ്പറ്റ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൽപ്പറ്റ ടൗൺ ഹാളിൽ നടന്നു. UDF ജില്ലാ ചെയർമാൻ PP കരീം ഉദ്ഘാടനം ചെയ്തു. T സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ MLA, KL പൗലോസ്, KK അബ്രഹാം, PP ആലി, റോസകുട്ടി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ബാക്കിയുള്ളത് അന്റാർട്ടിക്ക മാത്രമാണ്. അന്റാർട്ടിക്കയിൽ മനുഷ്യവാസമില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന്. അപ്പോൾ അടുത്ത പ്രാവശ്യം വന്നാൽ എങ്ങനെയെങ്കിലും അന്റാർട്ടിക്കയിൽ കൂടി സന്ദർശനം നടത്തിക്കളയാമെന്നുള്ള വ്യാമോഹമാണ് അദ്ദേഹത്തിനുള്ളത്. ഒരിക്കൽ പോലും രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാത്ത, ഒരിക്കൽ പോലും രാജ്യത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാത്ത, സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് എത്തി നോക്കാത്ത, തൊഴിലില്ലായ്മയെക്കുറിച്ച് ചിന്തിക്കാത്ത, പട്ടിണിയെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു പ്രധാനമന്ത്രി ജനങ്ങളോട് സംവദിക്കാൻ അദ്ദേഹത്തിന് നേരമില്ല, പത്രക്കാരോട് സംവദിക്കാൻ അദ്ദേഹത്തിന് നേരമില്ല. ഹെലികോപ്റ്ററിലിരുന്ന് ജനങ്ങളോട് ടാറ്റ പറയുന്ന MPയെ കൊണ്ട് വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് എന്ത് പ്രയോജനമെന്ന LDF സ്ഥാനാർത്ഥി PP സുനിൽ. മേപ്പാടി, മൂപ്പേനാട് പഞ്ചായത്തുകളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി അരപ്പറ്റയിലെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചത്. വികസനത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ഥാനമാണ് രാഹുലിന്റെ മണ്ഡലമായ അമേത്തിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഏത് കാര്യത്തിലും ദാരിദ്ര്യവും പട്ടിണിയും വിദ്യാഭ്യാസവും ഉൾപ്പെടെ ഏത് വികസന സൂചിക വെച്ച് അളന്നാലും പിന്നോക്കം നിൽക്കുന്ന മണ്ഡലങ്ങളിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മണ്ഡലമാണ് അമേഠി. ആ അമേഠി പോലെ ഞങ്ങൾ വയനാടിനെയും ആക്കി മാറ്റും എന്ന് രാജ്ഭവൻ ഉണ്ണിത്താൻ തീരുമാനിച്ചാൽ മാത്രം മതിയോ? വയനാട്ടിലെ വോട്ടർമാർ തീരുമാനിക്കട്ടെ. വയനാട്ടിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയണം. ഏത് കൊച്ചിച്ചൂരിനെയും നിർത്തും എന്ന ആക്ഷേപവും ധിക്കാരവും രാഷ്ട്രീയവും ജനാധിപത്യത്തിൽ അത് അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ടോ എന്ന് വയനാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾ തീരുമാനിക്കണം. അന്ധമായ രാഷ്ട്രീയ വിരോധം മാറ്റിവെച്ചുകൊണ്ട് ഈ നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ജനപ്രതിനിധി ഉണ്ടാകണം എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ സന്ദർഭമാണ് വരാനിരിക്കുന്ന 23-ാം തീയതി. യോഗത്തിൽ ഷാബു അരപ്പറ്റ അധ്യക്ഷനായിരുന്നു. CK ശശീന്ദ്രൻ MLA, P ഗഗാറിൻ, PA മുഹമ്മദ്, M മധു തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. മേപ്പാടി, ചൂരൽമല, വടുവഞ്ചാൽ, അരപ്പറ്റ, നെടുമ്പാല തുടങ്ങിയ മേഖലകളിൽ സുനീർ പര്യടനം നടത്തി. വയനാട് വിഷൻ, മേപ്പാടി. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബത്തേരിയിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് കോടതി പരിസരത്ത് സമാപിച്ചു. റൂട്ട് മാർച്ചിന് സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ ബഷീർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ ബത്തേരിയുടെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്രസേനയുടെ റൂട്ട് മാർച്ച് ഉണ്ടാകും. മറ്റു വാർത്തകളിലേക്ക്. ചീയമ്പത്ത് വനപാലകരെ ആക്രമിച്ച കടുവ ഒടുവിൽ കൂട്ടിലായി. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലർച്ചെയാണ് കടുവ കുടുങ്ങിയത്. കണ്ണിനും ഇടതുകൈക്കും പരിക്കുണ്ട്. കടുവയെ തിരുവനന്തപുരം നെയ്യാർ സങ്കേതത്തിലേക്ക് മാറ്റാൻ തീരുമാനം. ഇന്ന് പുലർച്ചെ 5 മണിയോടെ ചീയമ്പം 73 ആനപ്പന്തി മേഖലയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം വനപാലകർക്കു നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും ജനങ്ങൾ ബത്തേരി പുൽപ്പള്ളി റോഡ് ഉപരോധിക്കുകയും ചെയ്തിരുന്നു. 13 വയസ്സുള്ള ആൺ കടുവയാണ് കൂട്ടിലായത്. കടുവയുടെ ഇടതുകണ്ണിന് ഗുരുതര പരിക്കുണ്ട്. കൂടാതെ വായിൽ താഴ്നിരയിലെ പല്ലുകളും മുന്നിലെ ഇടതുകൈക്കും പരിക്കുണ്ട്. കടുവയെ തിരുവനന്തപുരം നെയ്യാർ സങ്കേതത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം. പുലർച്ചെ കാട്ടിൽ കുടുങ്ങിയ കടുവയെ ഉടൻ തന്നെ ബത്തേരി വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസ് പരിസരത്തേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം കാട്ടിൽ പെട്രോളിങ്ങിന് പോയ താൽക്കാലിക വാച്ചർമാരെ കടുവ ആക്രമിച്ചിരുന്നു. സാജൻ എന്ന വാച്ചർക്ക് തലയ്ക്ക് ഗുരുതര പരുക്കേൽക്കുകയും ചെയ്തു. പിന്നീട് അത് പിടികൂടാൻ വേണ്ടി നമ്മൾ 2 ദിവസം മുൻപ് ഒരു കൂട് വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിട്ടാതെ കൊണ്ട് നമ്മുടെ സ്റ്റാഫ് അവിടെ ഒരു നിരീക്ഷണത്തിന് പോയപ്പോൾ അവർക്ക് അവരെ കടുവ ആക്രമിക്കുകയുണ്ടായി. അതിന് ശേഷം നമ്മൾ ഒരു കൂട് കൂടി നമ്മൾ കൂടുതലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് ബൈറ്റൊക്കെ മാറ്റിയിട്ട് ഇന്ന് രാവിലെ അത് നമ്മൾ എത്തിയിട്ടുണ്ട്. പരിക്കപ്പെട്ട് നമ്മുടെ സ്റ്റാഫ് ഓക്കെയാണ്. പുള്ളിക്ക് ഓപ്പറേഷനായി കഴിഞ്ഞു. പുള്ളിക്കോട് ആസ്പത്രിയിൽ ചികിത്സകളാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഇന്നലെ റോഡ് ഉപരോധിക്കുകയും ചെയ്തിരുന്നു.
പരിക്കേറ്റ വാച്ചർ അപകടനില തരണം ചെയ്തു വരുന്നതായി അധികൃതർ അറിയിച്ചു. വയനാട് വിഷൻ, ബത്തേരി. കടുവ പോത്തിനെ കടിച്ചു കൊന്നു. ബത്തേരി ഓടപ്പള്ളം പൊതുവീട് കാട്ടുനായ്ക്ക കോളനിയിലെ കൃഷ്ണന്റെ 2 വയസ്സുള്ള പോത്തിനെയാണ് കടുവ കൊന്നത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം. വയനാട് വന്യജീവി സങ്കേതം കേന്ദ്രീകരിച്ച് വന്യജീവി പുനരധിവാസ സങ്കേതം വേണമെന്ന ആവശ്യം ശക്തം. പരിക്കേറ്റും അല്ലാതെയും കാടിറങ്ങിയെത്തുന്ന കടുവ, പുലി അടക്കമുള്ള മൃഗങ്ങളെ പിടികൂടി സംരക്ഷിക്കാൻ വനത്തിനുള്ളിൽ തന്നെ ഇതിനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. പിടികൂടുന്ന മൃഗങ്ങളെ മറ്റിടങ്ങളിൽ ഉൾക്കൊള്ളാൻ ഇടമില്ലാത്തതും ഈ ആവശ്യത്തിന് പ്രസക്തിയേറുന്നു. ജില്ലയിൽ നിരന്തരമായി കടുവയും പുലിയും ജനവാസ കേന്ദ്രത്തിലിറങ്ങി വളർത്തുമൃഗങ്ങളെയും മനുഷ്യരെയും ആക്രമിക്കുന്നത് പതിവാകുന്ന സാഹചര്യത്തിൽ ഇവയെ കൂടുവെച്ചും മയക്കുവെടിവെച്ചും പിടികൂടുന്നതും നിത്യസംഭവമാവുകയാണ്. പിടികൂടുന്ന ഇവയെ ഒന്നുകിൽ തൃശൂരിലോ തിരുവനന്തപുരത്തോ ആണ് കൊണ്ടുപോകുന്നത്. എന്നാൽ നിരന്തരമായി ഈ സ്ഥലങ്ങളിലേക്ക് കടുവ, പുലി അടക്കമുള്ള മൃഗങ്ങൾ എത്തുന്നത് ഇവിടെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതിനാൽ വയനാട്ടിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുകയും പിടികൂടപ്പെടുകയും ചെയ്യുന്ന ഇത്തരം മൃഗങ്ങളെ വനത്തിനുള്ളിൽ പ്രത്യേക സംവിധാനമൊരുക്കി പാർപ്പിക്കുന്നത് നല്ലതെന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയരുന്നത്. പഴയകാലം പോലല്ല, പ്രത്യേകിച്ച് നമ്മുടെ വയനാട്ടിലിപ്പോൾ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതും അവയെ പിടികൂടേണ്ടതായ ഒരുപാട് അവസ്ഥകൾ, ആനയായാലും കടുവയായാലും പുലിയായാലും നമുക്ക് ധാരാളം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പിടികൂടപ്പെടുന്ന ജീവികളിൽ കൂടുതലും പ്രായമായവയോ പല്ലിന് തന്നെ ഇന്ന് പിടിച്ചതിപ്പോൾ പല്ലില്ലാതെ 2 പല്ലില്ല, കണ്ണില്ല, ഈ ഒരു അവസ്ഥകളുള്ളത്. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വന്യജീവികളെ നമ്മൾ ഇവിടുന്ന് പിടിച്ചിട്ട് തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ അവയുടെ ജീവന് വലിയ അപകടം ഉണ്ടാകുന്നുണ്ട്. അപ്പം അത്തരം ജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വന്യജീവി പുനരധിവാസ കേന്ദ്രം നമ്മുടെ വയനാട് വന്യജീവി സങ്കേതത്തിൽ അത്യാവശ്യമാണ്. കാരണം അത്രയേറെ ജീവികളാണ് പരിക്കുപറ്റിയും മറ്റ് ജീവികളുള്ളത്. അപ്പോൾ അത്തരം ജീവികൾക്കായിട്ട് നമ്മുടെ മുത്തങ്ങ കേന്ദ്രമാക്കിയിട്ടോ ഒരു പ്രത്യേക ഒരു 10-25 ഏക്കർ സ്ഥലത്തിൻ്റെ ആവശ്യമുള്ള ഒരു പുനരധിവാസ കേന്ദ്രം നമുക്ക് സ്ഥാപിക്കുന്നതിനായിട്ട് അത്തരത്തിൽ വനവകുപ്പ് ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അതേറെ ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനായി കാടിനുള്ളിൽ വന്യജീവി പുനരധിവാസ കേന്ദ്രം ആരംഭിക്കണമെന്നാണ് ആവശ്യം. ഇതിനായി 50 ഏക്കർ വനം മതിയാകും. ഉപയോഗിക്കുന്ന വനഭൂമിക്ക് ചുറ്റും മൃഗങ്ങൾ പുറത്തു കടക്കാതിരിക്കാനുള്ള കിടങ്ങുകളും വേലികളും സ്ഥാപിക്കണം. കൂടാതെ ഇവയ്ക്കുള്ള ഭക്ഷണ സൗകര്യവും ഒരുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പുനരധിവാസ കേന്ദ്രം ഒരുക്കിയാൽ അത് വിനോദസഞ്ചാര മേഖലയ്ക്കും ഉണർവേകും. പക്ഷേ ഇതിന് സെന്റർ സൂ ഓഫ് അതോറിറ്റി അനുമതി വേണം. ഇതിനായി വനംവകുപ്പ് ശ്രമിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. വയനാട് വിഷൻ, ബത്തേരി. വൈത്തിരിയിൽ ചിതറിയ ചോരയ്ക്ക് പകരം വീട്ടുമെന്ന മുന്നറിയിപ്പുമായി മാവോയിസ്റ്റുകൾ. തലപ്പുഴ മക്കിമലയിലെത്തിയ മാവോയിസ്റ്റുകൾ വിതരണം ചെയ്ത കാട്ടുതീ ബുള്ളറ്റിനിലാണ് വെല്ലുവിളി പരാമർശം. എത്തിയത് 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 അംഗ ആയുധധാരികൾ. CP ജലീലിന്റെ കൊലപാതകത്തിൽ പ്രതികരിക്കാനും ആഹ്വാനം. വൈത്തിരിയിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ജലീലിന്റെ മരണത്തിന് പകരം വീട്ടുമെന്നാണ് മുന്നറിയിപ്പ്. മാവോയിസ്റ്റ് നേതാവ് ജലീലിനെ സർക്കാരും തണ്ടർബോൾട്ടും റിസോർട്ടിലെ ഒറ്റുകാരും ആസൂത്രണം ചെയ്താണ് കൊലപ്പെടുത്തിയതെന്നാണ് ബുള്ളറ്റിനിൽ പറയുന്നത്. മജിസ്റ്റീരിയൽ അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും പ്രഹസനമാണ്. ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരുവാൻ പ്രക്ഷോഭം ശക്തിപ്പെടുത്തുമെന്നും ലഘുലേഖ വിശദമാക്കുന്നു. കൊലപാതകത്തിൽ സർക്കാരിന്റെ പങ്ക് വ്യക്തമാണ്. ചെറിയൊരു തീപ്പൊരി വലിയൊരു കാട്ടുതീയായി മാറും. ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരുവാൻ പ്രക്ഷോഭം ശക്തിപ്പെടുത്തുമെന്നും ലഘുലേഖ വിശദമാക്കുന്നു. ഇന്നലെ രാത്രിയാണ് സ്ത്രീകൾ ഉൾപ്പെടുന്ന 4 അംഗ ആയുധധാരികൾ ഇവിടെ എത്തിയത്. മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യം വിളിച്ചതിനു ശേഷം ലഘുലേഖകളും ഇവർ വിതരണം ചെയ്തു. സ്ഥലത്തെ പലചരക്ക് കടയിൽ നിന്നും സാധനങ്ങളും വാങ്ങി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം വന്നിട്ട് പറഞ്ഞ 10 മുട്ട വേണമെന്ന് പറഞ്ഞ് ഒരു ആണുങ്ങൾ വന്നിട്ട് ഒരു താടി വെച്ച ഒരാളാണ്. പിന്നെ 4 പേർക്കും തോക്കുമുണ്ട്. 2 പെണ്ണുങ്ങളും സ്ത്രീകളും 2 പുരുഷന്മാരാണ്. എന്തൊക്കെ വാങ്ങി? വാങ്ങിയത് മുട്ട വാങ്ങി, ബ്രെഡ് വാങ്ങി, പിന്നെ ബിസ്ക്കറ്റ്, മിക്സർ. പൈസ സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. പുൽപ്പള്ളി ചേപ്പിലയിൽ തെരുവുനായയുടെ ആക്രമണം 6ഓളം വളർത്തുമൃഗങ്ങൾക്ക് കടിയേറ്റു. ഇന്ന് രാവിലെ 9 മണിയോടെ കൂട്ടിൽ കെട്ടിയിരുന്ന പശുക്കൾക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. പ്രദേശത്തെ ശിവൻ, കാർത്തികൻ, മനോഹരൻ, ദിനേശൻ, ഗോപി എന്നിവരുടെ വളർത്തുമൃഗങ്ങളെയാണ് ആക്രമിച്ചത്. പേപ്പട്ടിയാണെന്ന സംശയത്തെ തുടർന്ന് വെറ്റിനറി സർജൻ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വഴിയാത്രക്കാരെയും നായ ആക്രമിച്ചിരുന്നു. ജനങ്ങൾ ഭീതിയിലാണ്. തെരുവുനായയെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട പ്രദേശവാസികൾ പുൽപ്പള്ളി പോലീസിൽ പരാതി നൽകി. തച്ചുള്ളി കാർത്തികേയൻ്റെ വീട്ടിലെ പശുവിനെ 2 പശുവിനെ കടിച്ചു. കരുമാന്തളത്തിൽ മനോഹരൻ്റെ വീട്ടിലെ പശുവിനെ കടിച്ചു. പിന്നെ താന്നിമല ശിവൻ എന്ന് പറഞ്ഞ ആൾ ഞാനാണ്. എൻ്റെ പശുവിനെ കടിച്ചു. ഞാനാണ് ഈ പശുവിനെ കൈകൊണ്ട് ഇപ്പോൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ അടുത്ത വീട്ടിലേക്ക് പട്ടി ഓടിപ്പോയെങ്കിലും ആ വീട്ടിലെ പട്ടിയെ പശുവിനെ കടിക്കാൻ ഉള്ള അവസരം കിട്ടില്ല എന്ന് വെച്ചാൽ ആൾക്കാർ ബഹളം വെച്ചപ്പോൾ തോട്ടത്തിൽ കൂടെ കയറി ഓടുകയാണ് ചെയ്തത്. പിന്നെ കുന്നാച്ചളം ബാബുവിൻ്റെ പശുവിനെ കടിച്ചെന്ന് പറയുന്നത് കേട്ടുവെങ്കിലും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അവിടെ ആശുപത്രിയിൽ കഴിഞ്ഞ കേസ് എത്തിയിട്ടുണ്ടെന്നാണ് കേട്ടത്, മരുന്നിന് വേണ്ടിയിട്ട്.
പേപ്പട്ടി തന്നെ, അത് സംശയിക്കേണ്ട കാര്യത്തിന്. അല്ലെങ്കിൽ നിരന്തരം അങ്ങനെ നടന്ന് കടിക്കില്ലല്ലോ. വെള്ളത്തിനെ കടിച്ചിട്ട് പോയിട്ട് അത് പിന്നെ ആളെ കാണുമ്പോൾ ഓടുമല്ലോ. പിന്നെ ഏതൊരു ഒരാളുടെ ബൈക്കിൽ പോയ ആൾ നിർത്തി വിശേഷം ചോദിച്ചതാണ്, എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ആ ആളുടെ കാലിലിട്ട് കടിച്ചു. പക്ഷേ കാലിന് കടികൊണ്ടില്ല, ചെരുപ്പിലിൻ്റെ കടികൊണ്ടേ. മൊറട്ടോറിയ പ്രഖ്യാപനത്തിലൂടെ കർഷകരെ വഞ്ചിച്ച ഇടതു സർക്കാരിന്റെ നയത്തിനെതിരെയും കർഷകദ്രോഹ നടപടികൾക്കെതിരെയും BJP കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് ധർണ നടത്തി. BJP ദേശീയ കൗൺസിൽ അംഗം പള്ളിയാള രാമൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VK രാജൻ അധ്യക്ഷനായിരുന്നു. കൂട്ടാറ ദാമോദരൻ, PG ആനന്ദ് കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അവരെ സഹായിക്കാനുള്ള താല്പര്യമില്ല എന്നുള്ളത് മാത്രമല്ല, മൊറട്ടോറിയം എന്ന ഒരു തട്ടിപ്പ് ഈ സർക്കാർ കർഷകരെ വഞ്ചിച്ചിരിക്കുകയാണ്. മൊറട്ടോറിയം കൊണ്ട് എന്താണ് കിട്ടുന്നത്? മൊറട്ടോറിയം കൊണ്ട് ഒന്നും കിട്ടില്ല എന്ന് കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൊറട്ടോറിയം കൊണ്ട് പറയുന്നത് ബാങ്കിൽ ചെന്നപ്പോൾ നടപടി എടുക്കാനുള്ള ഒരു പേപ്പർ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട കാര്യം തൽക്കാലം ആ ബാങ്കിൻ്റെ മാനേജറുടെ പെട്ടിയിൽ അങ്ങനെ അമർത്തി വെക്കും എന്ന് മാത്രമല്ലാതെ മറ്റൊന്നുമില്ല. വൈത്തിരി ചേലോട് എസ്റ്റേറ്റ് പാടിക്ക് സമീപം ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. കോഴിക്കോട് നിന്നും വരികയായിരുന്ന ആംബുലൻസും കോഴിക്കോടേക്ക് പോവുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവർ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പള്ളിക്കുന്ന് ക്ഷീരസംഘത്തിന്റെ കെട്ടിട നിർമ്മാണത്തിൽ അഴിമതി എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമെന്ന് സംഘം പ്രസിഡന്റ് OV അപ്പച്ചൻ. കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിലാണ് അപ്പച്ചൻ ഇക്കാര്യം പറഞ്ഞത്. 30 ലക്ഷം രൂപയുടെ അഴിമതി നടന്നെന്നാണ് CPIM പറയുന്നത്. ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടാനും തയ്യാറാണെന്നും തനിക്ക് മാനഹാനി വരുത്തുന്ന തരത്തിൽ വാർത്താസമ്മേളനം നടത്തിയവർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചതായും അപ്പച്ചൻ പറഞ്ഞു. സംഘം പിരിച്ചുവിടാൻ കഴിയില്ല. ഭരണസമിതിയാണ് പിരിച്ചുവിടേണ്ടത്. ഭരണസമിതി ചെയ്ത തെറ്റുകളുണ്ടെങ്കിൽ ഭരണസമിതിയും അതുപോലെ തന്നെ ജീവനക്കാരാണ് തെറ്റ് ചെയ്തെങ്കിൽ ജീവനക്കാരെയുമാണ് നടപടി സ്വീകരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലൊന്നും ഇല്ലാത്ത ഒരു ആരോപണം പുതുതായിട്ട് കടന്നു വന്ന ഇപ്പോൾ 2018 വന്ന ഒരു ഭരണസമിതി കോൺഗ്രസിൽ പെടാത്ത ഇപ്പോൾ അവിടെ ഭരണം എന്ന് പറയുന്ന കഴിഞ്ഞ ഏതാണ്ട് 28 വർഷമായി കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ഭരിച്ചുകൊണ്ടുവരുന്നത്. CPIൻ്റെ ഭാഗത്തു നിന്ന് ഒരു മെമ്പർ കടന്നു. ആ മെമ്പറുടെ ഭാഗത്തു നിന്നാണ് ആദ്യമായി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. പ്രളയത്തിൽ വാസസ്ഥലം നഷ്ടപ്പെട്ട പിലാക്കാവ് മണിയൻകുന്ന് നിവാസികളെ വീണ്ടും ദുരിതത്തിലാക്കി അധികൃതർ. പ്രളയാനന്തരം വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവർ പുതിയ സ്ഥലം വാങ്ങിയെങ്കിലും ഇതിനായി അനുവദിച്ച തുക ലഭിച്ചിരുന്നില്ല. ഇതിനിടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ റിപ്പോർട്ടിൽ മുൻപ് ഇവർ താമസിച്ചിരുന്ന സ്ഥലം വാസയോഗ്യമാണെന്നാണ് പറയുന്നത്. ഇതാണ് കുടുംബങ്ങൾക്ക് വിനയായി മാറിയത്. ഇതോടെ ആശങ്കയിലായ കുടുംബങ്ങൾ പ്രതിഷേധവുമായി താലൂക്ക് ഓഫീസിലെത്തി. ഇവർ താമസിച്ചിരുന്ന സ്ഥലം പ്രളയത്തിന് ശേഷം റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിരുന്നു. കുടുംബങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ 6 ലക്ഷം രൂപയും വീട് നിർമ്മിക്കാൻ 4 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പല കുടുംബങ്ങളും ലോണെടുത്തും മറ്റും സ്ഥലം വാങ്ങി രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പണം ലഭിക്കാതായതോടെ കഴിഞ്ഞയാഴ്ച താലൂക്ക് ഓഫീസിലെത്തി സമരം നടത്തിയിരുന്നു. ഉടൻ പണം അനുവദിക്കുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിനിടയിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ റിപ്പോർട്ടിൽ മുൻപ് ഇവർ താമസിച്ചിരുന്ന സ്ഥലം വാസയോഗ്യമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതാണ് കുടുംബങ്ങൾക്ക് വിനയായി മാറിയത്. നിർധന കുടുംബങ്ങളാണ് ഇവരിൽ ഭൂരിഭാഗം പേരും. വാടക വീടുകളിലാണ് ഇവർ താമസിക്കുന്നത്. സ്ഥലം രജിസ്ട്രേഷൻ നടത്തിയിട്ടും പണം ലഭിക്കാതാവുകയും വീട് നിർമ്മാണം അനിശ്ചിതമായി നീണ്ടുപോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് മറ്റു മാർഗങ്ങളില്ലാതെ ഇവർ വീണ്ടും താലൂക്ക് ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയത്. ഭൂരേഖ വിഭാഗം തഹസിൽദാർ KG സുരേഷ് കുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ PU സിത്താര, മനോജ്, ഫ്രാൻസിസ് എന്നിവരുമായി ചർച്ച നടത്തുകയും പണം ലഭിക്കുമെന്ന വ്യക്തമായ ഉറപ്പ് ലഭിക്കാതെ പിരിഞ്ഞുപോകില്ലെന്ന നിലപാടിൽ ഓഫീസിൽ ഇരിക്കുകയുമായിരുന്നു. സംഭവം അറിഞ്ഞ സബ് കളക്ടർ NSK ഉമേഷ് ഉന്നത റവന്യൂ അധികൃതരുമായി ഫോണിൽ ബന്ധപ്പെടുകയും GSI നൽകിയ സർവേ റിപ്പോർട്ടിലെ സാങ്കേതിക തടസ്സം നീക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ പണം കൈമാറുമെന്ന് താലൂക്ക് ഓഫീസിലെത്തി ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇത് ശരിയായ കേസാണ്, നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട കേസാണ്. എനിക്ക് ഓൾറെഡി ഇവിടെ എല്ലാ കേസും എനിക്കറിയാം, ഇതൊക്കെ മണിയെന്ന കേസ്. അതുകൊണ്ട് റവന്യൂ സെക്രട്ടറിക്ക് സംസാരിച്ചു, കത്ത് എഴുതി. ഈ കേസിൽ മാത്രം
ജില്ലാതലത്തിൽ ഞങ്ങൾ തീരുമാനം എടുക്കണം, അധികാരം കൊടുക്കണം. ഇപ്പോൾ ഞാൻ റവന്യൂ സെക്രട്ടറിയോട് സംസാരിച്ചു. റവന്യൂ സെക്രട്ടറി നമുക്കൊരു മറുപടി തരും. അതുപ്രകാരം ജില്ലാതലത്തിൽ തന്നെ ചെയ്യാവുന്ന അധികാരം കിട്ടും. എല്ലാവർക്കും ഈ ആഴ്ചയിലെ പൈസ. നഗരസഭാ കൗൺസിലർ മുജീബ് കോടിയാടൻ, മനോജ് പിലാക്കാവ, സി കൃഷ്ണൻ, സി കെ റസീന, രജനി എന്നിവർ നേതൃത്വം നൽകി. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. മേപ്പാടി ടൗണിലെ ജലദൗർലഭ്യത്തിന് പരിഹാരമായി താൽക്കാലിക പൊതുടാപ്പുകൾ സ്ഥാപിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ കുടിവെള്ള വിതരണം. KB റോഡിലെ പഞ്ചായത്ത് കിണർ മേപ്പാടി പൗരസമിതി പ്രവർത്തകരുടെ സഹകരണത്തോടെ ശുചീകരിച്ച് അതിലെ വെള്ളമാണ് വിതരണം ചെയ്യുന്നത്. ടാങ്കർ ലോറിയിൽ നിന്നുള്ള ജലവിതരണം ആവശ്യത്തിനനുസരിച്ച് പ്രയോജനപ്പെടാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു താൽക്കാലിക സംവിധാനം കൂടി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത്. ടൗൺ പരിസരത്ത് താമസിക്കുന്നവർക്കും KB റോഡ് കുണ്ടിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കും ചില ഹോട്ടലുകാർക്കും ഈ സംവിധാനം താൽക്കാലിക ആശ്വാസമായിട്ടുണ്ട്. കിണറിനുള്ളിൽ സബ്മേഴ്സിബിൾ മോട്ടോർ സ്ഥാപിച്ച് വെള്ളം പമ്പ് ചെയ്ത് വിവിധ ഇടങ്ങളിലായി വെച്ചിരിക്കുന്ന 3 ടാങ്കുകളിൽ എത്തിച്ചാണ് പൈപ്പ് വഴി വീടുകളിലും ടാപ്പുകളിലും എത്തിക്കുന്നത്. താൽക്കാലികമാണെങ്കിലും രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന ജനങ്ങൾക്ക് ഇത് ആശ്വാസകരമാണെന്ന് പ്രദേശത്തുള്ളവർ പറയുന്നു. ഈ കിണർ ഇവിടെ ഉള്ളത് വളരെ സൗകര്യമാണ് ഈ ദേശനിവാസികൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ടൗണിലുള്ളവർക്കും. പഞ്ചായത്തും പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ സംരംഭം ഇവിടെ തുടങ്ങുന്നത്. എല്ലാ വർഷവും ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു ഇരുമ്പിൻ്റെ നെറ്റും കൂടി ഉണ്ടെങ്കിൽ വർഷാവർഷം ക്ലീൻ ചെയ്യുന്നത് ഒഴിവാക്കി വെള്ളം കുറച്ചും കൂടി ശുദ്ധിയുള്ളതായി തീരേണ്ടതായി. ഇത് വളരെ സൗകര്യമാണ്. പഞ്ചായത്തിനും പൗരസമിതിക്കും ഈ ദേശനിവാസികളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയും ചെയ്യും. KB റോഡ് കുണ്ടിലെ പഞ്ചായത്ത് കിണറിൽ വറ്റാത്ത ഉറവുകളാണുള്ളത്. കിണർ നന്നാക്കി അതിൽ നിന്ന് കുന്നിൻ മുകളിലെ ടാങ്കിലെത്തിച്ചാൽ ടൗൺ പരിസരത്ത് ജലവിതരണത്തിനുള്ള സ്ഥിര സംവിധാനം ഏർപ്പെടുത്താൻ കഴിയുമെന്ന അഭിപ്രായവുമുണ്ട്. ഗ്രാമപഞ്ചായത്ത് അധികൃതരാണ് ആ നിർദ്ദേശം പരിഗണിക്കേണ്ടത്. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. വയനാട് ജീപ്പേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സമ്മർ ചലഞ്ച് സീസൺ 2 ഓഫ് റോഡ് സംഘടിപ്പിച്ചു. 4x4 പെട്രോൾ, 4x4 ഡീസൽ, SUV, എക്സ്ട്രീം വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. എക്സ്ട്രീം വിഭാഗത്തിൽ ഫഹദ്, പെട്രോൾ വിഭാഗത്തിൽ ഷിബു, ഡീസൽ വിഭാഗത്തിൽ വിപിൻ ദാസ്, SUV വിഭാഗത്തിൽ ധനുഷ് എന്നിവർ വിജയികളായി. മികച്ച ഡ്രൈവറായി ഫഹദിനെയും സഹഡ്രൈവറായി വിഷ്ണുരാജിനെയും തിരഞ്ഞെടുത്തു. കൊളകപ്പാറ ഗവൺമെന്റ് AUP സ്കൂളിന്റെ 83ാം വാർഷികവും വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ M രാജനുള്ള യാത്രയയപ്പും ഈ മാസം 29-ന് വൈകിട്ട് 5 മണിക്ക് സ്കൂളിൽ വെച്ച് നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധികളും വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് അതിർത്തിപ്പെട്ട കൊളപ്പാറ ഗവൺമെന്റ് UP സ്കൂളിന്റെ 83ാം വാർഷികവും 25 കൊല്ലത്തോളം സഹാധ്യാപകനായും 1 വർഷത്തോളം കൊളപ്പാറ സ്കൂളിൽ ഹെഡ്മാസ്റ്ററായി പ്രവർത്തിച്ച ശ്രീ രാജൻ മാസ്റ്റർക്കുള്ള യാത്രയയപ്പം സംയുക്തമായി ഈ വരുന്ന 29-ാം തീയതി വെള്ളിയാഴ്ച സാഘോഷം നടത്തപ്പെടുകയാണ്. മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബീന വിജയന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യാത്രയയപ്പ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട MLA ശ്രീ IC ബാലകൃഷ്ണൻ, ശ്രീ ഭാസ്കരൻ ബത്തേരി, പ്രസിദ്ധ സാഹിത്യകാരൻ ശ്രീ ഭാസ്കരൻ ബത്തേരി സാംസ്കാരിക പ്രഭാഷണം നടത്തുന്നു. അമ്പലവയൽ ലയൺസ് ക്ലബ് ഹോം ഫോർ ഹോംലെസ് പ്രൊജക്ടിന്റെ ഭാഗമായി അജീഷ് ആയിരംകൊല്ലിക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനം നാളെ അമ്പലവയൽ വെച്ച് നടക്കുമെന്ന് ലയൺസ് ക്ലബ് ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ സംസ്ഥാനത്ത് 500 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായാണിത്. ചടങ്ങിൽ ലയൺസ് ക്ലബ് ഭാരവാഹികളായ ഗണേഷ് കണിയാറക്കൽ, ഡോക്ടർ S രാജീവ്, ഡോക്ടർ OV സനൽ എന്നിവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി വയനാട്ടിലെ പല ആളുകളും സംഭാവന മുഖാന്തരവും അതുപോലെ തന്നെ വയനാട്ടിലുള്ള 16ഓളം ലയൺസ് ക്ലബ്ബുകളുടെ ചേർന്നുള്ള സംഘടിതമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായും പ്രത്യേകിച്ച് ഗാനമേളയൊക്കെ ക്രമീകരിച്ചു. ഞങ്ങളൊരു ഫണ്ട് റേസിംഗ് നടത്തിയുണ്ടായി. ഏകദേശം 5 ലക്ഷത്തോളം വില വരുന്ന ഒരു വീട് അമ്പലവേൽ 1000 കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് അജീഷ് എന്ന വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് നാളെ താക്കോൽ കൈമാറുന്ന ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്.
ബത്തേരി അനുപമ ജ്വല്ലറി പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമാ താരവും സംവിധായകനുമായ ദിലീഷ് പോത്തൻ നിർവഹിച്ചു. ആദ്യ വിൽപ്പന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വാസുദേവൻ നിർവഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഞാൻ ഡിഗ്രി പഠിച്ചത് മൈസൂരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വയനാട്ടിൽ നിന്നും സുൽത്താനത്തിൽ നിന്നൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരും ആ സമയത്തുണ്ടായിരുന്നവരൊക്കെ ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. കോട്ടയക്കാരനെ എനിക്ക് ഒരു മലയാള സിനിമയെ കാണാൻ ഏറ്റവും അടുത്ത സ്ഥലങ്ങളിൽ ഡിഗ്രി പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ വന്നുണ്ടായിരുന്ന എല്ലാ തിയേറ്ററുകളിലും കയറി ഇറങ്ങിയ സിനിമ കാണാനൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് സമയം ആ കാലഘട്ടത്തിൽ വയനാട്ടിലും ബത്തേരിയിലും ഒക്കെ ആയിട്ട് ചെലവഴിക്കാൻ പറ്റിയിട്ടുള്ള ആളാണ് ഞാൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ സസ്പെൻസ് തുടരുന്നു. ആഹ്ലാദത്തിനും ആശങ്കകൾക്കും നടുവിൽ UDF നേതൃത്വം. തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകാതെ വയനാട് ലോക്സഭാ മണ്ഡലം. പ്രചരണത്തിനിറങ്ങിയത് LDF സ്ഥാനാർത്ഥി മാത്രം. ചീയമ്പത്ത് വനപാലകരെ ആക്രമിച്ച കടുവ ഒടുവിൽ കൂട്ടിലായി. കടുവയെ തിരുവനന്തപുരം നെയ്യാർ സങ്കേതത്തിലേക്ക് മാറ്റാൻ നീക്കം. വന്യജീവി പുനരധിവാസ സങ്കേതം വേണമെന്ന ആവശ്യം ശക്തം. CP ജലീലിന്റെ കൊലപാതകത്തിൽ പകരം വീട്ടുമെന്ന മുന്നറിയിപ്പുമായി മാവോയിസ്റ്റുകൾ. തലപ്പുഴ മക്കിമലയിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.